ക്ലേശമൊഴിഞ്ഞെടോ കേശവോ കേൾക്ക നിൻ രാശി തെളിഞ്ഞിനി രാജയോഗം തന്നെ. കാശിന്നുമുണ്ടാകയില്ലൊട്ടു പഞ്ഞവും മോശമാകില്ലിനി നാൾക്കുനാൾ നിശ്ചയം. ഇപ്രകാരം പ്രവചിച്ചോരു ജ്യോത്സ്യരോടപ്പോഴേ കേശവനൊന്നു പറഞ്ഞതോ, നാളെത്രയായി ഞാൻ വരുന്നേരമെന്നോടു നാളെ കൈവന്നിടും സ്വർഗമെന്നും ചൊല്ലി. കൊല്ലമീ കാലമായത്രയുമല്ലലും എണ്ണിയാൽ തീരാത്ത ദണ്ഡങ്ങളും പേറി. നല്ല ഗതി ഇന്നതല്ലെങ്കിൽ നാളെ എന്നുല്ലാസമോടെ ഞാൻ കാത്തിരിക്കും സദാ. എന്നുടെ ജ്യോത്സ്യരെ കൊല്ലം 19 എൻ്റെ പിറകെ രാഹുവും കേതുവും കണ്ടമാനം കൊണ്ടുപോയി കണ്ടകശനി. പണ്ടത്തെക്കാൾ പരിതാപമിന്നേറെയായി. പൂജകളെത്ര വഴിപാടുകൾ നേർന്നും പ്രീതിപ്പെടുത്തിയ ദൈവങ്ങളെ നീളെ രാജയോഗം പോയിട്ടീ ജന്മമുണ്ടാമോ? രാവൊന്നു നല്ലതു പോലുറങ്ങിടുവാൻ. ലോട്ടറി ഓരോന്നെടുത്ത കാശുണ്ടെങ്കിൽ കെട്ടിടാമായിരുന്നിന്നോരു കൊട്ടാരം. പേരിന്നു പോലും ഒരു 100 റുപ്പിക പാരില്ലെനിക്കു കിടച്ചില്ലിതുവരെ. എങ്കിലും ഇങ്ങുവന്നീ വാക്കു കേൾക്കുകിൽ ചങ്കിലെ നോവു കുറഞ്ഞിടുമിത്തിരി. നല്ല കാലം വരുമെന്ന് തോന്നൽ നെഞ്ചിൽ നല്ല പോൽ പൂവിട്ടുകൊണ്ടിരിക്കും ദിനം. കന്നത്തിൽ വീണ കണ്ണീർ തുള്ളി മായ്ച്ചുകൊണ്ടെന്നാൽ ഞാൻ പോയി വരാമെന്നും പറഞ്ഞിട്ടു ദക്ഷിണയും നീട്ടി അക്ഷമനായയാൾ തൽക്ഷണം മെല്ലെ നടന്നു മറഞ്ഞിനാൾ. തൽക്ഷണം മെല്ലെ നടന്നു മറഞ്ഞിനാൾ.